വിദേശത്ത് പോയാലെങ്കിലും ഒരു മനസമാധാനം കിട്ടുമെന്നാണ് കരുതിയത്. നാട്ടിലെ ഒരു എണ്ണം കെട്ടവനെയും കുറച്ച് ദിവസം കാണേണ്ടെന്ന് വെച്ചാണ് വിദേശത്തേക്ക് വന്നത്. അവിടെ സൗര്യം തരില്ലെന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് രണ്ടെണ്ണം തനിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഇടയ്ക്കിടെ പോകാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പാടില്ലെന്നാണോ? ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങി പോകും പോലെയാണ് മുഖ്യമന്ത്രി കുടുംബവുമായി പോയിരിക്കുന്നതെന്നാണ് കെ സുധാകരൻ പറയുന്നത്. KPCC പ്രസിഡന്റ് പദം കിട്ടൂല എന്നുള്ള ആന്തലിൽ കുറച്ച് ദിവസം സമാധാനമായിരുന്നു. പ്രസിഡന്റ് പദം കിട്ടുമെന്നായപ്പോൾ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് തന്നെ വന്ന് കയറിക്കൊള്ളണം. സ്പോൺസർഷിപ്പ് ആണോ എന്ന് സംശയമുണ്ടെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. സ്പോൺസർഷിപ്പ് ആക്കാൻ ഇതെന്താ കലാപരിപാടിയാണോ? മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ സംസ്ഥാനത്തിന്റെ ചാർജ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് ആകെയുള്ള മുഖ്യമന്ത്രിയല്ലേ ഇത്? മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോകേണ്ടേ? രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും പഹ്യൻ ചോദിക്കുന്നു. ജയിലിൽ കിടന്ന് ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നില്ലേ? ഇതൊന്നും അറിയില്ലേ കുമ്പക്കുടി സുധാകരന്? വിദേശത്തേക്ക് മുഖ്യമന്ത്രിമാർ പോകുന്നത് ഒരു തെറ്റാണോ? അതും കുടുംബസമേതം. കിട്ടിയ സന്ദർഭത്തിൽ ദാ വേറൊരുത്തൻ വരുന്നുണ്ട്, 8 ഇഞ്ചിന്റെ നാക്കുമായി. ഓനും പറയാൻ ഇതേ കാണൂ. കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ കൊച്ചുമകനെയും മകളെയും കുടുംബത്തെയും കൂട്ടി ബീച്ച് ടൂറിസം ആഘോഷിക്കാൻ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണെന്നാണ് ഈച്ചഭാഗ്യത്തിന് കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ പറയുന്നത്. മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. താൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹവും പാർട്ടിയും വ്യക്തത വരുത്തണം. 19 ദിവസം ഇവരെല്ലാവരും കൂടി 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എവിടെ നിന്നാണ്? ഈ വരുമാനത്തിന്റെ സ്രോതസ് അറിഞ്ഞിട്ട് ഇനി പഹ്യന് ഉറക്കമുണ്ടാവുകയുള്ളൂ. അത്ര കൂടിയ ഇനമാണ്. പണം എവിടെ നിന്നാണ് വരുന്നത്? അത് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? 6-7 കൊല്ലമായി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് 3 രാജ്യം സന്ദർശിക്കാൻ സ്പോൺസർ വേണോ പഹ്യന്മാരെ? 19 ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിലില്ല. ഈ ചുമതല അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത്? ആർക്കും ചുമതല കൈമാറാൻ തോന്നിയ പോലെ ഇറങ്ങി പോകുക എന്നത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദമല്ലേ എന്നാണ് V മുരളീധരന്റെ കുത്ത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് മുഖ്യപരിവാര യാത്രയെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മുണ്ടണ്ട മുട്ടിക്കോട്ടെ എന്ന തരക്കാരനാണ്. ഇനി ഇന്നോ നാളെയോ എന്തെങ്കിലും മൊഴിയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോയി നിറഞ്ഞ അപ്പോ ഹാലിളകും എല്ലാറ്റിനും. ഉരുപ്പിടിച്ച വാളുകളുടെ നടുവിലൂടെ നടന്നവന് ഈ ഗീർവാണങ്ങളൊന്നും അങ്ങ് യേശുകയില്ല. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.